ഹലോ ഗായ്സ്, വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ചൂട്ടും മടലും ഒക്കെ വെട്ടി റെഡിയാക്കി വെക്കണം കേട്ടോ. ചൂട്ട് നമുക്ക് രണ്ട് രീതിയിൽ വെക്കണം. ഒന്ന് നമുക്ക് അടുപ്പിൽ തീ എത്തിക്കാനുള്ളതും, പിന്നെ ഒന്ന് നമുക്ക് കുറച്ച് ചൂലുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെയുണ്ട് കേട്ടോ, തേങ്ങ ഇട്ടതിൻ്റെ നമ്മുടെ തറവാട്ട് പറമ്പിൽ വീരത്തിൽ നിന്ന് തേങ്ങ ഇട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ചൂട്ടും മടലും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് വെട്ടി ഒതുക്കി റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇനി കുറച്ച് പരിപാടികളുണ്ട്. മെയിൻ ഉദ്ദേശം കുറച്ച് ചൂലുണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. മിറ്റമൊടിക്കാൻ നല്ല ചൂലില്ലെങ്കിൽ മിറ്റോടി അങ്ങ് ഒരു സംതൃപ്തി ആവില്ല, അതാണ് വാസ്തവം. അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. രാവിലത്തേക്കുള്ള കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് കൂർക്ക കറി വയ്ക്കണം. മീൻ ഇരിപ്പുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു കൂർക്കയും കൂടെ വെച്ചാൽ പിന്നെ അത് മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പണി ഇങ്ങ് തീരും കേട്ടോ. 1 മണിക്കൂർ വേണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി ഒതുക്കി വെക്കലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നമുക്കിവിടെ തീ എത്തിക്കുന്ന കൂടുതൽ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ചൂട്ടും മടലും ഒന്നും കളയാറില്ല. രാവിലെ തീ പിടിപ്പിക്കണമെങ്കിൽ എനിക്കും മമ്മിക്കും ഇതുപോലെ കുറച്ച് ചൂട്ടും അതുപോലെ തന്നെ കുറച്ച് പൊടിവിറകും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ തീ പിടിപ്പിക്കലെങ്കിൽ ഒരു ഉഷാറാവില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മുടെ തീ പിടിപ്പിക്കലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയില്ല. നമ്മളിവിടെ കൂടുതൽ അടുപ്പിലായതുകൊണ്ട് തന്നെ ഗ്യാസിന് തീരെ ചിലവ് കുറവാണ് കേട്ടോ. നമുക്ക് ഒരു കുറ്റി ഗ്യാസ് ഉണ്ടെങ്കിൽ 6 മാസത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചിലപ്പോൾ അവർ ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ ആൾതാമസമില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 6 മാസമൊക്കെ ഇവിടെയൊന്നും ആരും അത്രയ്ക്ക് എടുക്കാറില്ല. ഞങ്ങളുടെ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിയാണ് സ്ഥലം. അപ്പം ഞങ്ങളൊരു അടിമാലിക്കാരാണ് കേട്ടോ. ഒപ്പം ഞങ്ങൾ ഇടുക്കിക്കാരാണ്. അതിലേ ഉപരി ഞങ്ങളൊരു കേരളീയർ തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ചൂട്ടും മടലും പത്തി മടക്കലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി രാവിലെ കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ചൂട്ടൊക്കെ വെട്ടിയിട്ടിട്ട് ഇനിതാ നമ്മൾ കുറച്ച് വാഴയുടെ വള്ളി എടുക്കാൻ വന്നാണേ. വാഴപ്പോള ഇത് വെച്ചിട്ടാണ് നമ്മുടെ ചൂട്ട് കെട്ടി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാകുമ്പോൾ നമ്മൾ നല്ല വഴക്കം ഉണ്ടോ താനും നമുക്ക് നല്ല കെട്ടൊക്കെ നല്ല മുറുകി അവിടെ ഇരുന്നോളും. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ചൂട്ടൊക്കെ ശേഖരിച്ച് തുടങ്ങണം. അപ്പം മമ്മി കുറച്ച് കോഴിക്ക് വല കെട്ടാൻ വേണ്ടി പോയിട്ടോ. കോഴി അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് ഭയങ്കരമായിട്ട് ചാടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പറന്ന് കയറിയിട്ട് ഊഞ്ഞാലാടുന്ന പോലെ വലയിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തിരി ഇന്ന് വലയൊന്ന് പൊക്കി കെട്ടാൻ വേണ്ടി മമ്മി പോയേക്കുവാണ്. അപ്പം ഞാൻ ആ ടൈമിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുവാണ് കേട്ടോ. നമ്മളിതൊന്നും ഒരിക്കലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ആ കൂടെ ഒരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നുള്ള കേട്ടോ. അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കല്ലേ കേട്ടോ. ഒരു 2 കെട്ട് ചൂട്ടേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് 2ആയിട്ട് തന്നെ കെട്ടിയെടുക്കാം. അപ്പോൾ ഒരു 2 വാഴവള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചൂട്ട് വാരി അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുക്കി നമ്മൾ കെട്ടി വെച്ച അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വിറക് വരയിലെ വിറകും കൂടെ പറ്റുവാണെങ്കിൽ നോക്കട്ടെ, വീഡിയോയിലത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വേറെ ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇതുപോലെ വിറകടുപ്പിൽ ചൂട്ടും മടലും ഒക്കെ വെച്ച് കത്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിൻപുറത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടുതലും ഇപ്പോൾ ഗ്യാസും ഇൻഡക്ഷനും ഒക്കെ അല്ലേ. അതല്ലാതെ ഇപ്പോഴും ഇതുപോലെയൊക്കെ കെട്ടി വെച്ച് വിറകൊക്കെ ശേഖരിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഞങ്ങളെപ്പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം അടുക്കി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നിലത്തിട്ടൊന്ന് കുത്തി അടിവശം ഒന്ന് ലെവൽ ചെയ്തങ്ങ് വരും കേട്ടോ. അപ്പോൾ അതവിടെ നല്ല ഉറച്ച് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനിതാ നമ്മുടെ വാഴവള്ളി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ അങ്ങ് കെട്ടി പിരിച്ച് കെട്ടി മുറുക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഒരു 2 കെട്ട് കെട്ടി അങ്ങ് വയ്ക്കുകയും താഴ്വശത്തും മുകളിലും ഓരോ കെട്ട് കെട്ടി വയ്ക്കും. ഇപ്പോൾ ഒരു ഡിസംബർ ലാസ്റ്റ് തൊട്ട് ഒരു മാർച്ച് വരെയൊക്കെ അല്ലേ കൂടുതലിങ്ങനെ ചൂട്ടൊക്കെ വീഴുള്ളൂ, മടക്കലൊക്കെ വീഴുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അടുത്ത ഒറ്റ വർഷത്തേക്കുള്ള ചൂട്ട് നമ്മൾ ഇതുപോലെ കെട്ടി വയ്ക്കും കേട്ടോ. ഒരു 10 കെട്ട് ചൂട്ടെങ്കിലും നമ്മളിതുപോലെ കെട്ടി വയ്ക്കും. എങ്കിൽ നമുക്ക് 1 വർഷത്തേക്ക് തികയുള്ളൂ കേട്ടോ. 1 മാസത്തേക്ക് ഒരു കെട്ടപ്പോൾ തികയോ എന്ന് ചോദിച്ചാൽ തികയില്ല കേട്ടോ. എങ്കിലും ഇടയ്ക്ക് കുറച്ചൊക്കെ അയിലേക്ക് ചാടും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ 2 കെട്ടും ഞാൻ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണങ്ങിയ കൊതുമ്പൊക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. ഇത് കുറച്ച് പച്ചയുണ്ട്.
മടക്കലയെല്ലാം ഇവിടെ മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ കുറച്ച് മുറിയായിട്ടുള്ള ഈർക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തൂത്ത് വെച്ചതാണ്. ഇനി എനിക്കൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോകണം. കുറച്ച് വിത്തുകൾ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനായിട്ടുണ്ട്. അപ്പം കുറച്ച് വിത്തുകളുടെ സെയിലും ചെടികളുടെ സെയിലും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അയക്കാനായിട്ട് ഇന്ന് പോകണം. ഒരുപാട് പേർക്കൊന്നുമില്ല, ഒരു 6-7 പേർക്കും കൂടെ ഇന്ന് അയക്കാനുണ്ട്. കുറച്ച് പേർക്ക് നമ്മൾ ഇന്നലെ അയച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഇനി റെഡി ആയിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരു നോർമൽ ചുരിദാർ ഒക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി നമ്മളിതേ നേരെ പോകുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തൊട്ടൊന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയക്കാനുള്ള കവറൊക്കെ ഞാൻ നേരത്തെ രാവിലെ എഴുതി പാക്ക് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. 11 മണി ആയിട്ടുണ്ട്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തെ മോഡലൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞാൻ കുടയൊക്കെ ചൂടി പയ്യെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ എന്നിട്ട് അവിടെ ചെന്നിട്ട് തൊട്ടടുത്ത് ഒരു കടയുണ്ട്. അവിടുന്ന് കുറച്ച് നമുക്ക് റവയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. വേറൊരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട് കേട്ടോ, വില്ലേജ് വിത്ത് ഫാമിലി എന്ന്. അപ്പോൾ അതുവഴിയാണ് നമ്മളിത് ഈ സീഡിൻ്റെ ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇത് പോസ്റ്റ് ഓഫീസിനടുത്തുള്ള വലനാട്ട് സ്റ്റോഴ്സാണ്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ റവയൊക്കെ വാങ്ങിയത്. ഒരു വലിയ കടയാണ് കേട്ടോ, ഹോൾസെയിൽ അതിൻ്റെ റീറ്റെയിൽ കടയാണ്, വലിയ സൂപ്പർ മാർക്കറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന വഴിക്ക് മോനൊരു കുഞ്ഞു വണ്ടിയൊക്കെ വാങ്ങി. അപ്പോൾ ആളിനോട് വണ്ടിയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിട്ടത്. അപ്പോൾ ആൾക്ക് വേണ്ടി വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ ആളിവിടെ നോക്കി നിൽപ്പുണ്ട്, ഞാൻ വരുന്നത് നോക്കി. അപ്പം മമ്മിയോട് പറഞ്ഞേ അമ്മ വണ്ടിയായിട്ട് വരും, അത് നോക്കി നിൽക്കുവാന്ന് പറഞ്ഞ് ഇവിടെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ വരുന്നതൊക്കെ നോക്കി. അപ്പോൾ 2 വണ്ടി കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ. ആദ്യം ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞ് കാറും കൂടെ കൊടുത്തു. അപ്പോൾ അത് 2 കൂടെ കിട്ടിയപ്പം ആൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ആളതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കൂർക്ക കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ കൂർക്കയ്ക്കുള്ളത് ഒക്കെ നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ കൊത്തിയിട്ട് ഒലത്തി എടുക്കാം കേട്ടോ കൂർക്ക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് വന്ന പച്ച തേങ്ങയ്ക്കകത്ത് ഞാൻ തപ്പിയെടുക്കുകയാണ് കേട്ടോ. വിളവ് കുറഞ്ഞ തേങ്ങ ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വിറകടുക്കി വെച്ചേക്കുന്നത്. മൊത്തം വിറകാണ് കേട്ടോ. ഇനി എടുക്കാനുണ്ട്. അപ്പോൾ ഫുൾ അടുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ വിറക് പുര എങ്ങനെയാണ് എന്നേ. അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചെടുക്കട്ടെ. അപ്പം എന്നിട്ട് വേണം നമുക്കിത് കൊത്തി ഇടണം. തേങ്ങാക്കൊത്തും കൂടി ആ കൂർക്കയുടെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൂർക്ക ഇഷ്ടമുള്ളവരുണ്ടോ? ഇവിടെ ഞാനും മമ്മിയും കൊച്ചുമാണ് കേട്ടോ കൂർക്കയുടെ ആൾക്കാർ. അച്ചാച്ചിക്ക് ചേട്ടനും കൂർക്ക വലിയ താല്പര്യമൊന്നുമില്ല. കുഞ്ഞിന് കൂടുതലും ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. കപ്പപ്പുഴുക്കൊക്കെ കഴിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബേക്കറിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം പറയൂ കേട്ടോ വിഷമാണ് വേണ്ട എന്നൊക്കെ പറയും. ആരെങ്കിലും കഴിക്കുന്ന കണ്ടാലും പറയും വിഷമാണ്, അതൊന്നും വേണ്ട കഴിക്കണ്ട എന്ന ആൾ തന്നെ ഇങ്ങോട്ട് പറയും. അപ്പോൾ തേങ്ങ ഞാനിവിടെ കൊത്തിയെടുക്കുകയാണ് കേട്ടോ. പിച്ചാത്തി വെച്ചിങ്ങനെ കൊത്തിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത്തിരി മൂപ്പ് കുറഞ്ഞ തേങ്ങയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പോരും. അപ്പം ഞാൻ തേങ്ങയൊക്കെ കൊത്തി കൊടുത്തു. മമ്മി അതെല്ലാം അരിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചധികം കൂർക്കയുണ്ടായിരുന്നേ. അപ്പം കൂർക്കയാകുമ്പോൾ പിന്നെ വെളുത്തുള്ളി ഇല്ലാതെ പറ്റിയല്ലോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് നമ്മുടെ ഇടികല്ലിലിട്ട് കുറച്ചൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ മമ്മി കൂർക്കയ്ക്ക് വേണ്ടിയുള്ള മസാലയെല്ലാം ഇടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടിച്ചെല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. കൂർക്കയ്ക്ക് പിന്നെ ഒരുപാട് മസാല ഇത് വേണ്ടില്ല. കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല ഒക്കെ മതിയല്ലോ. അപ്പോൾ ഇതുണ്ടോ ഞങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത തക്കാളിയാണ് കേട്ടോ. ഇത് മൊത്തം എല്ലാം നല്ല ഒരുപാട് പഴുക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് പഴുത്താണ് കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസവും കിട്ടുന്ന ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും. അപ്പോൾ വെളുത്തുള്ളി ഇവിടെ ഇടിച്ചെടുത്തിട്ടുണ്ട്. മമ്മി അപ്പോഴത്തേക്ക് കൂർക്കയ്ക്ക് വേണ്ടി കറിവേപ്പിലയും മസാലയൊക്കെ ഇട്ട് ഒരു സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒലത്തി എടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്, ബാക്കി എല്ലാ മസാലയും ഇട്ടിട്ടുണ്ട്. എല്ലാം വളരെ കുറച്ച് മസാലകൾ മാത്രമാണ് കേട്ടോ ഇട്ടത്. കൂർക്കയ്ക്ക് ഒരുപാട് മസാല ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ ഇനി ഇതേ പാൻ വെച്ചു. ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഗ്യാസിൽ വെക്കും കേട്ടോ. ബാക്കി എല്ലാം നമ്മൾ കൂടുതൽ അടുപ്പത്ത് വയ്ക്കും. ഇത് വയ്ക്കും നോൺ സ്റ്റിക്ക് എല്ലാം നമ്മൾ ഗ്യാസിൽ തന്നെ വയ്ക്കും. ബാക്കിയെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കും. ഇത് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി ഞാൻ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ കൂടെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് കുറുക്കിയിട്ടാലും മതി. എങ്കിലും എങ്ങനെയായാലും റെഡിയല്ലേ. അപ്പോൾ എന്നിട്ട് ദേ നമ്മുടെ റെഡിയാക്കി വെച്ച നമ്മുടെ കൂർക്കയും എല്ലാം കൂടെ ഇട്ട് കേട്ടോ. ഒറ്റ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം കൂടെ നമ്മൾ എന്ന് കൂട്ടി തീർക്കുമെന്ന്. കൂർക്ക ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ പക്ഷെ എടുത്തപ്പോൾ ഒത്തിരി തോന്നിയില്ല. പക്ഷെ അരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് കൂർക്ക ഉണ്ടായിരുന്നേ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പതിയെ ഇരുന്ന് വെന്ത് ഒന്ന് വരണ്ട് വരട്ടെ കേട്ടോ. അപ്പം ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ മസാലയൊന്നും ഒത്തിരി ഇല്ലാത്ത പോലെ തോന്നി. പക്ഷെ അത് വെന്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, കണ്ടല്ലോ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. പകുതിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പണികളുണ്ട് കേട്ടോ. എണ്ണ ആട്ടിക്കാനുണ്ട്. അപ്പം അതിന് തേങ്ങയൊക്കെ പൊട്ടിച്ച് വെക്കണം. അതൊക്കെ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ മല്ലി മുളകൊക്കെ പൊടിക്കണം, മഞ്ഞൾ പറിക്കണം, മഞ്ഞൾ ഇനി ഉണങ്ങണം. അതൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് വിറകും കൂടെ പെറുക്കി വയ്ക്കാനുണ്ട്. ആ പണികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട്. നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് നമ്മൾ ചോറുണ്ണാൻ വേണ്ടി പോകണം കേട്ടോ. ചോറ് എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ അത്രയും തന്നെ കൂർക്കയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിശ്ശേരി ഉണ്ടായിരുന്നു, പാവയ്ക്ക വറുത്തതുണ്ട്, 2 കുഞ്ഞും മത്തി വറുത്തതും കൂട്ടി ഇന്നത്തെ കൂടെ കുശാല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.